ഞങ്ങൾ ലെസ്റ്ററുകാർക്കേ ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു. നല്ല നാടൻ റെസ്റ്റോറന്റ് ചോയ്സ് ഇവിടെ കുറവാണെന്നുള്ളത്. പക്ഷേ ആ പരാതി ഇങ്ങനെ മാറി കിട്ടി. ഇപ്പൊ ഈ അടുത്തിടെ കൊണ്ട് 2, 3 എണ്ണം പുതുതായി തുടങ്ങിയേക്കണേ. അപ്പൊ പിന്നെ ഓരോന്നോരോന്നായിട്ട് പോയി നോക്കാം. ദാ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. വാ നിങ്ങളും പോരെ. നാടൻ ഫുഡ് തപ്പിറങ്ങിയതല്ലേ? എന്നാൽ പിന്നെ നാടൻസിൽ നിന്ന് തന്നെ വെച്ച് തുടങ്ങിയാലോ? ഇതാണ് നാടൻസ് റെസ്റ്റോറൻറ്റ്. പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ ഒരു ഡോറൊക്കെ ആണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായ ഷോറൂമാണ് കേട്ടോ. ദേ നിൽക്കുന്ന ആളോ അതിൻ്റെ ആൾ ഇതാണ് നമ്മുടെ സ്വന്തം ജോസേട്ടൻ, പഴയ LKC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പുറത്ത് ഫോട്ടോയിൽ കണ്ടില്ല, ഈ ഫോട്ടോയിൽ കാണില്ലേ? ഇതാണ് ആ ചേട്ടൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? മധുരക്കള്ള്, മുന്തിരിക്കള്ള്, കാന്താരിക്കള്ള്, തവള ഫ്രൈ, കക്ക റോസ്റ്റ്, കപ്പയും ബീഫും, പാൽക്കപ്പ എന്ന് വേണ്ട എല്ലാ നാടൻ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ നല്ലൊരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നാടൻ മാത്രമൊന്നുമല്ല, അതായത് വിദേശീയ എന്തേ ക്ലാസ്സിലൊക്കെ ആക്കി ഒഴിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവരുടെ ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സോഫ്റ്റ് ഒരു മ്യൂസിക് ഒക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ചിൽ ഔട്ട് ചെയ്ത് സംസാരിച്ച് പതുക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫുൾ ഗ്യാങ്ങൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു വന്നത്. ചേട്ടന്മാരത് ഇവിടെ നിന്ന് കുത്തിയിരുന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. അവർ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ആ കിടക്കുന്ന തവളയും ഇപ്പുറത്തിരിക്കുന്ന കാന്താരിക്കളും. അത് കൈ കിട്ടിയതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാനുണ്ടല്ലോ. പിന്നെ അതുപോലെ അവരുടെ കട്ട്ലറിയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഞണ്ട് റോസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ മസാലയൊക്കെ. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ചട്ടിച്ചോറ്, പൊതി ബിരിയാണി, കിഴി ബിരിയാണി, കിഴി പൊറോട്ട, പാൽക്കപ്പ എന്ന് വേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ചിൽ ഔട്ട് ചെയ്ത് കിട്ടിയ ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്ക്.